നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യുക്തി, ബുദ്ധി, വൈഭവം, അറിവ്, ബിസിനസ്, തിരിച്ചറിവ് എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ബുധന്റെ അനുഗ്രഹമുണ്ട് എങ്കിലേ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. എന്നാൽ ജൂലൈ 19 ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത 40 ദിവസം 12 രാശികളിലും ഈ രാശിമാറ്റം കൊണ്ടുള്ള ശുഭകരമായ ഫലങ്ങൾ ദർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. രാത്രി 8:30 ബുധന്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത്. ചിങ്ങം രാശിയിൽ ബുധൻ സൗഹൃദഭാവത്തിലായതിനാൽ തന്നെ പൊതുവെ ഈ രാശിമാറ്റം മൂലം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ചില രാശിക്കാർക്ക് ഈ മാറ്റം മൂലം പല ശുഭകരമായ യോഗങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ തന്നെ ഈ രാശിയിലുള്ള ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ മൃദുലമായ സ്വഭാവം കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ ഈ സമയം അല്പം ദേഷ്യം വർദ്ധിക്കുവാനുള്ള സാഹചര്യം ചില അവസരങ്ങളിൽ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഈ സമയം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് രാജയോഗ തുല്യമായ ഫലങ്ങൾ അഥവാ ഇരട്ട രാജയോഗ തുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ബുധനുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പലവിധ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ തന്നെ പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം ഈ സമയം വർദ്ധിക്കുന്നതാകുന്നു. കർമ്മരംഗത്ത് ഉണ്ടായിരുന്നതായ പലവിധ തടസ്സങ്ങൾ, വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നിങ്ങൾക്ക് വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിവസങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെയധികം അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പലവിധ നേട്ടങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലേക്ക് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ചയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ധനപരമായി ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പുണർദം ബുധന്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയം നൽകുന്ന ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയിൽ നിന്നും സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും വൻ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. പ്രതിസന്ധികൾ പലതും തരണം ചെയ്യുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം ബുധന്റെ അനുഗ്രഹത്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ക്ഷമയോടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊയ്യും സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാനും വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിച്ചു എന്ന് വരാം. പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ചയാണ് വന്നു ചേരുക. അതിനാൽ തന്നെ നേട്ടങ്ങൾ വളരെ വേഗം നിങ്ങൾക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുമോ എന്ന സംശയം ഉള്ളവരാണ് നിങ്ങൾ. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായി വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അതായത് പ്രതീക്ഷിക്കുന്ന ധനം പലപ്പോഴും കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, പ്രതീക്ഷിക്കുന്നതായ ധനം തടസ്സങ്ങളാൽ കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥയുമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഈ സമയം അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ഭാഗ്യം വർദ്ധിക്കുന്നതായ സമയം എന്നുകൂടി പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത്. ജീവിതം തന്നെ മാറി മറിയുന്നതായ ചില അവസരങ്ങൾ കടന്നു വന്നു എന്ന് വരാം.
കാരണം ചില ചിന്തകൾ അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ജീവിതത്തിൽ ഉണ്ടാകുന്നതായ പല പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതായ ഒരു മാറ്റം തന്നെയാകുന്നു. കൂടാതെ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് സമയം. എന്നാൽ ബുധന്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. അത് സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് പറയാം. വിദേശത്ത് ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ നാട്ടിൽ താൽക്കാലികമാണ് എങ്കിൽ പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും. കടബാധ്യതകൾ മൂലമുള്ള പല പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. ഇരട്ട രാജയോഗം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ മനസ്സിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ പൂർത്തീകരിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ ചില കാര്യങ്ങൾ ഈ സമയം നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ മുടങ്ങി പോകുന്നുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അതിനും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ലാഭം നേടുവാൻ സാധിക്കുന്ന ചില ചിന്തകൾ, ചില ആശയങ്ങൾ കടന്നു വരാം. ചില പ്രവർത്തനങ്ങൾ ലാഭം നേടിത്തരും എന്ന കാര്യം ഓർക്കുക. പുതിയ കരാറുകൾ ഒപ്പിടേണ്ടതായി വരും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും അതിഗംഭീരമായി തന്നെ മാറുവാനുള്ള സാധ്യതകളുണ്ട്. ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ഉണർവ് പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറുവാനുള്ള അവസരങ്ങൾ പോലും കടന്നു വരാം. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും തനിക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ് ഇത്. ആയില്യം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും തൻ്റെതായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ബുധന്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും. പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ മാറ്റങ്ങൾ പല വിധത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തികപരമായ സുരക്ഷിതത്വം വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങളിൽ, ചില പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. തൊഴിൽപരമായി പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും, അനുകൂലമായി തീരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തോ നാട്ടിലോ തൊഴിൽ ലഭിക്കാം. ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യത അല്പം കൂടുതലാണ്. അത്തരത്തിൽ പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.